ഹായ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ചേന ഫ്രൈഡ് റെസിപ്പിയുമായിട്ടാണ്. ഞാനിപ്പോൾ ഇതുപോലെ 2 ചേന കഷ്ണമാണ് എടുത്തിരുന്നത്. അതൊന്ന് ക്ലീൻ ആക്കിയിട്ട് എടുക്കുകയാണ്. അപ്പോൾ ഇതിമ കുറച്ചും കൂടി ഒന്ന് ക്ലീൻ ആക്കാണ്ട് അതുകൂടി ഒന്ന് ക്ലീൻ ആക്കി എടുത്തു. അതിനുശേഷം ഞാനിതുപോലെ കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യാറ്. ചെറിയ ചെറിയ പീസാക്കിയിട്ടാണ് കട്ട് ചെയ്യേണ്ടത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം ഇങ്ങനെ ഈ ഒരു കനത്തിൽ കട്ട് ചെയ്തെടുക്കും. എന്നിട്ടത് നീളത്തിൽ കട്ട് ചെയ്തിട്ട് പിന്നെ സ്ക്വയറായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കും. ഇങ്ങനെയാണ് ഞാൻ കട്ട് ചെയ്യൽ. നിങ്ങൾക്ക് ഇനിയിപ്പോൾ കുറച്ചും കൂടി വലിയ പീസാക്കണമെങ്കിൽ ആക്കാം. പക്ഷേ ഈ ഒരു വലുപ്പത്തിലാണ് ഞാൻ ചെയ്യല്. സ്ക്വയർ മാതിരി കട്ട് ചെയ്തെടുക്കലാണ്. അപ്പോൾ ഞാൻ എടുത്തിട്ടുള്ള ചേന മുഴുവനും ഇതുപോലെ കട്ട് ചെയ്തെടുത്തു. ഇനി ഞാൻ അതിലേക്ക് ഒരു 5-6 വെളുത്തുള്ളി അല്ലി എടുത്തിട്ട് ഒന്ന് ചതച്ചിടുകയാണ്. വെളുത്തുള്ളി ഇടണം നിർബന്ധമൊന്നുമില്ല കേട്ടോ. വെളുത്തുള്ളിൻ്റെ ഫ്ലേവർ ഇഷ്ടമുള്ളവർക്ക് ചേർക്കാം. പക്ഷേ എപ്പോഴെങ്കിലൊക്കെ ഇതുപോലെ ചെയ്ത് നോക്കുന്നുണ്ട്. അപ്പോൾ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ചതച്ചെടുത്ത വെളുത്തുള്ളി അതിലേക്ക് ചേർത്ത് കൊടുക്കുക. പിന്നെ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ്, പിന്നെ ആവശ്യത്തിന് മുളക് പൊടിയും തന്നെ ഉപ്പും മുളകൊക്കെ നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് ആഡ് ചെയ്യാവുന്നതാണ്. പിന്നെ അതുപോലെ തന്നെ നമ്മളെടുക്കുന്ന ഒരു ചേനയുടെ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ചും മാറ്റം ഉണ്ടാവും. പിന്നെ ഉപ്പ് തന്നെ മുന്നോട്ട് നിൽക്കരുത്. ഇതൊന്ന് നെരിഞ്ഞ് വരാനുള്ളതാണ്. എണ്ണയിൽ കിടന്ന് ഫ്രൈ ആയി ഒന്ന് നെരിഞ്ഞ് വരുന്ന ആ സമയത്ത് ഉപ്പ് കുറവാണെങ്കിൽ ആ ഒരു ടൈമിൽ നമുക്ക് ആഡ് ചെയ്യാം. ആദ്യം തന്നെ ഉപ്പ് മുന്നോട്ട് നിന്ന് കഴിഞ്ഞാൽ ഉപ്പ് കൂടിപ്പോകും കേട്ടോ. ഉപ്പാണെങ്കിലും എരിവാണെങ്കിലൊക്കെ. അപ്പോൾ അതൊക്കെ ഒന്ന് ബാക്കിലാക്കി, അതായത് കുറച്ച് കുറവാക്കിയിട്ട് ഇട്ട് വെച്ചാൽ മതി. ഇപ്പോൾ ഇനി ഞാനൊരു പാന് അടുപ്പിൽ വെച്ചിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് ഒരു 1/4 കപ്പോളം വെളിച്ചെണ്ണയാണ് ഒഴിച്ച് കൊടുക്കുന്നത്. എണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോൾ നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിരുന്ന ആ ചേന അതിലേക്ക് ഇട്ട് കൊടുക്കുക. തയ്യാറാക്കി വെച്ചിട്ടുള്ള ചേനയിൽ നിന്ന് ഒരു പകുതി ഭാഗത്തോളം ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. ബാക്കി പകുതി ഞാൻ വേറൊരു ചട്ടിയിലാണ് ചെയ്തെടുക്കുന്നത്. അല്ലെങ്കിൽ ഇത് ചെയ്ത് കഴിഞ്ഞിട്ട് ഈ ചട്ടിയിൽ ചെയ്താലും മതി. വേഗമാവാൻ വേണ്ടിയിട്ട് ഞാൻ മറ്റൊരു ചട്ടിയിൽ ചെയ്തെടുക്കാമെന്ന് കരുതി. അപ്പോൾ ഇതിലെ വെള്ളമൊക്കെ വറ്റി ഒന്ന് ഡ്രൈ ആയി വരുന്നത് വരെ വെയിറ്റ് ചെയ്യുക. അതിന് ശേഷം ആ എണ്ണ തെളിഞ്ഞ് വരും. അപ്പോൾ അതിൽ കിടന്നിട്ട് തന്നെ അത് നന്നായിട്ട് ഫ്രൈ ആയിക്കോളും. ഇനി എണ്ണ കുറവുണ്ടെന്ന് ഫീൽ ചെയ്യുകയാണെങ്കിൽ മാത്രം കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ അധികം ഒഴിച്ച് കൊടുക്കേണ്ട, ആവശ്യത്തിന് അങ്ങനെ ഒഴിച്ച് കൊടുത്താൽ മതി. എന്നിട്ട് ചേന നന്നായിട്ട് വെന്ത് ഫ്രൈ ആവാൻ തുടങ്ങുന്ന ഒരു സ്റ്റേജിൽ ഇതിലേക്ക് കുറച്ച് കറിവേപ്പിട്ട് കൊടുക്കുക. ഇത് കുറച്ച് ടൈം എടുക്കും കേട്ടോ. ഒരു 10-15 മിനിറ്റൊക്കെ എടുക്കും അത് ഫ്രൈ ആയി വരാൻ. 10 മിനിറ്റൊക്കെ എന്തായാലും ആവും ഫ്രൈ ആയി വരുമ്പോഴത്തേന്. കുറച്ച് സമയം എടുത്ത് ആവും. പിന്നെ ഞാൻ കുറച്ച് വേറൊരു ചട്ടിയിലാണ് ചെയ്തിരുന്നത്. അപ്പോൾ ഇവിടെ സാധാ അടുപ്പിൽ നല്ല കനലുണ്ടായിരുന്നു. അപ്പോൾ അവിടെ ഒരു ചട്ടി വെച്ചിട്ട് ബാക്കിയുള്ളത് അതിലും കൂടി ഒന്ന് ഇട്ട് കൊടുക്കും. അപ്പോൾ ഇത് ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. എന്നെങ്കിൽ എല്ലാ ഭാഗവും ഒരുപോലെ ആയി കിട്ടുള്ളൂ. ഈ ഒരു സമയത്ത് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് ഉപ്പ് ആഡ് ചെയ്യണമെങ്കിൽ ആഡ് ചെയ്യാം. ഇനി വെളിച്ചെണ്ണ ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഒഴിച്ച് കൊടുക്കുക. അതായത് ചേന നെരിയുന്നത് വരെ വേണമെങ്കിൽ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്താൽ മതി. അല്ലെങ്കിൽ ഇതിൽ നിന്ന് തന്നെ എണ്ണ അബ്സോർവ് ചെയ്ത് വന്നിട്ട് അതിൽ കിടന്നിട്ട് തന്നെ ഇത് നന്നായിട്ട് ഫ്രൈ ആയി കിട്ടും. കരിയരുത് കേട്ടോ. അപ്പോൾ കരിയാണെന്ന് ഫീൽ ചെയ്യണമെങ്കിൽ മാത്രം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. ചേന ഫ്രൈ ആയി വന്ന് കഴിഞ്ഞാൽ പിന്നെ അതിലേക്ക് അധികം എണ്ണ ഒഴിക്കേണ്ട കാര്യമില്ല. എണ്ണ വേണമെങ്കിൽ ഒഴിക്കാം കേട്ടോ. പക്ഷേ ഞാനധികം എണ്ണ ഒഴിക്കാറില്ല. ലാസ്റ്റ് നമുക്ക് എത്ര എണ്ണ കുറക്കാൻ പറ്റുക അത്ര അതിനനുസരിച്ച് കുറക്കുകയാണല്ലോ നല്ലത്. അതുകൊണ്ട് അത്യാവശ്യം നമ്മൾ ഫ്രൈ ചെയ്യാൻ ഒഴിക്കുന്നല്ലാതെ ഒരുപാടൊന്നും ഒഴിക്കുന്നത് ലാസ്റ്റ് ആകുമ്പോൾ ഇങ്ങനെയാണ് ചട്ടിയിൽ ഒട്ടും എണ്ണ ഇല്ലാതെ തന്നെ കിട്ടും. അപ്പോൾ ഈ ചട്ടിയിൽ തന്നെ കുറച്ചും കൂടി അധികം എണ്ണ ഒഴിച്ചിട്ട് ഇപ്പോൾ ഞാൻ പറഞ്ഞ ആ രീതിയിൽ വേണമെങ്കിൽ രണ്ടാമത്തെ പോർഷൻ ഇട്ടിട്ട് ചെയ്യാം. പക്ഷെ ഞാൻ വേറൊരു ചട്ടിയിൽ ഈ അടുപ്പ് നല്ല ചൂടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിങ്ങനെ ഏകദേശം ഫ്രൈ ആയി വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ കുറച്ച് കരിവേപ്പ് കൂടി ചേർത്ത് കൊടുക്കുകയാണ്. ഇനി എണ്ണ ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഒഴിച്ച് കൊടുത്താൽ മതി കേട്ടോ. കുറേശ്ശെ ഒഴിച്ച് കൊടുത്താൽ മതി. അധികം എണ്ണ ഞാൻ ഒഴിച്ച് കൊടുക്കുന്നില്ല. ഹെൽത്തി അല്ലല്ലോ, അതുകൊണ്ടാണ്. എന്തായാലും നമ്മുടെ ചേന ഫ്രൈ റെഡി ആയിട്ടുണ്ട്. വേഗത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന, കുട്ടികൾക്കൊക്കെ സ്കൂളിൽ കൊടുത്തു വിടാനൊക്കെ പറ്റുന്ന നല്ലൊരു ഫ്രൈ ആണ്. അപ്പോൾ എല്ലാവരും